അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമസ്കാരത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇപ്പോഴും പെരുന്നാൾ നിസ്കാരം അറിയാത്ത ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട് അല്ലെ? എങ്ങനെയാണത് നിർവഹിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഓതേണ്ടത്, അതിന്റെ സമയം ഏതു മുതൽ ഏതുവരെയാണ്, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സംശയങ്ങളും ഒരുപാട് ഒരു എന്താ പറയുക, എങ്ങനെ ആ രീതി നിർവഹിക്കണം, നമസ്കാരത്തിന്റെ രീതി എങ്ങനെയാണെന്ന് അറിയാത്തവരായിട്ട് ഒരുപാടുണ്ട് അല്ലേ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോയാണ്. വളരെ ലളിതവും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന, എത്രയും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന രീതിയിലുമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരത്തിന് തയ്യാറെടുക്കേണ്ടത്, പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. പെരുന്നാൾ നിസ്കാരം 2 റക്അത്തുകളാണ്. അതിന്റെ രൂപം ഇനി പറയും പ്രകാരമാണ്. പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് 2 റക്അത്താണ് അല്ലേ? 2 റക്അത്താണെന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. ഒന്നാമത്തെ റക്അത്തിനായി തക്ബീർ കെട്ടുക, അത് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഒന്നാമത്തെ റക്അത്തിനായി തക്ബീർ കെട്ടുക. അതുപോലെ തന്നെ 2 തക്ബീറത്തുൽ ഇഹ്റാമിൽ പുറമെ 7 തക്ബീറുകൾ എന്ത് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ചൊല്ലുക. അതിനുശേഷം എന്ത് ചെയ്യുക, സൂറത്തുൽ ഫാത്തിഹയാണ് ഓതേണ്ടത്. സാധാരണ നമ്മൾ ഫർള് നമസ്കാരത്തിൽ നിസ്കരിക്കുന്നത് പോലെ ഫാത്തിഹ ഓതുക തക്ബീറിന് ശേഷം. അതിനുശേഷം എന്ത് ചെയ്യുക, സൂറത്തുൽ അഗ്ല ഓതുക. നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഗ്ല എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ ഓതുക. അതൊരു ഇച്ചിരി വലിയ സൂറത്താണ്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം സൂറത്ത് കാഫ് ഓതുന്നത്, അതായത് അതിനുശേഷമല്ല, ഈ 2-ൽ ഏതെങ്കിലും സൂറത്ത് ഓതുന്നത് എന്ത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. സാധാരണ നിസ്കാരങ്ങളിൽ ചെയ്യുന്നത് പോലെ റുക്കൂഉം സുജൂദും എല്ലാം ചെയ്ത ശേഷം 2ാമത്തെ റക്അത്തിലോട്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യുക, എഴുന്നേൽക്കുക. സാധാരണ നിസ്കാരങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്യേണ്ടത്. അതായത് റുക്കൂഉം സുജൂദും എല്ലാം ബാക്കിയുള്ള നമ്മൾ ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത് പോലെ തന്നെയാണ്, തക്ബീർ ഒഴിച്ചാൽ. 2ാമത്തെ റക്അത്തിൽ സുജൂദിൽ നിന്ന് ഉയർന്നപ്പോഴുള്ള തക്ബീറിന് പുറമെ എന്ത് ചെയ്യണം, 5 തക്ബീറുകൾ കൂടി അതിനോടൊപ്പം ചൊല്ലുക. സാധാരണ നിസ്കാരങ്ങളിൽ ചെയ്യുന്നത് പോലെ റുക്കൂഉം സുജൂദും നിർവഹിച്ച് നിസ്കാരത്തിൽ നിന്നും എന്ത് ചെയ്യുക, വിരമിക്കുക. റുക്കൂഉം സുജൂദും ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിൽ നിന്നും വിരമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, പെരുന്നാൾ നിസ്കാരം പ്രാധാന്യം അർഹിക്കുന്ന സുന്നത്താണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, പെരുന്നാൾ നിസ്കാരം പ്രബലമായ സുന്നത്താണ്. ഈ അർത്ഥത്തിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ നിസ്കാരത്തെ കുറിച്ച് വുജൂബ്, നിർബന്ധം എന്ന് പറയുന്നത് അല്ലേ? നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം. സൂറത്തുൽ കൗസർ 2ാം സൂക്തത്തിലെ നിസ്കരിക്കുക എന്ന പ്രയോഗത്തിന്റെ താല്പര്യം പെരുന്നാൾ നിസ്കാരമാണെന്ന് പല ഖുർആൻ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനു പുറമെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നിസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നുവെന്നതും ഇത് പ്രബലമായ സുന്നത്താണെന്നതിന് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പെരുന്നാൾ നിസ്കാരം ഈദുൽ ഫിത്ർ നിസ്കാരമാണ്. അത് ഹിജ്റ 2ാം വർഷത്തിലായിരുന്നു. ഖുർആനിൽ ആജ്ഞാരൂപത്തിലാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ നിർദ്ദേശമെങ്കിലും അത് സുന്നത്താണെന്ന് വിധിക്കപ്പെടുന്നത് പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, 5 വഖത്തല്ലാതെ മറ്റു വല്ല നിസ്കാരവും നിർബന്ധമായുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ഇല്ല, മറ്റെല്ലാം സുന്നത്തായിരുന്നു എന്നായിരുന്നു. ഫർള് മാത്രം നിർബന്ധമാക്കപ്പെട്ടത് എന്നായിരുന്നു, സുന്നത്താണ് എന്നായിരുന്നു. ഈ ഹദീസില്ലായിരുന്നുവെങ്കിൽ പെരുന്നാൾ നിസ്കാരം നിർബന്ധമാണെന്ന് വിധിക്കേണ്ടി വരുമായിരുന്നു. പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നത് കറാഹത്താണെന്നാണ് കർമ്മശാസ്ത്ര വിധി.
ഇതൊരു സാമൂഹിക ബാധ്യത ഫർള് കിഫായയാണെന്ന് ചിലർ പറഞ്ഞു കാണുന്നു. ഇതൊരു ഇസ്ലാമിക ചിഹ്നമാണെന്നാണ് അതിന് കാരണം പറയുന്നത്. ഈ വീക്ഷണം അനുസരിച്ച് പെരുന്നാൾ നിസ്കാരം നടക്കാത്ത പ്രദേശങ്ങൾക്കെതിരെ ഇസ്ലാമിക വിധിപ്രകാരം നടപടിയെടുക്കാൻ ന്യായമുണ്ട്. ഈ അഭിപ്രായവും പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. രാത്രി പകുതിയായതു മുതൽ കുളിയുടെ സമയമായി. ജുമുഅ പോലെ ഫജ്ർ മുതൽ കാണുന്ന ഒരു അഭിപ്രായവുമുണ്ട്. സുഗന്ധം പൂശുക, ഭംഗിയാവുക തുടങ്ങിയവയും സുന്നത്തുകൾ തന്നെ. നിസ്കാര സമയം സൂര്യോദയം മുതൽ മധ്യത്തിൽ നിന്ന് സൂര്യൻ തെറ്റുന്നത് വരെയാണ് അതിന്റെ സമയം. എങ്കിലും ദൃഷ്ടിയിൽ ചക്രവാളത്തിൽ നിന്ന് 7 മുഴത്തിന്റെ പരിധി സൂര്യൻ ഉയരുന്നത് വരെ, സൂര്യോദയത്തിന് ശേഷം ഏകദേശം 20 മിനിറ്റ് കഴിയുന്നത് വരെ പിന്തിക്കലാണ് സുന്നത്ത്. ഈ പരിധിയിൽ എത്തുമ്പോൾ മാത്രമേ നിസ്കാര സമയം കടക്കുകയുള്ളൂവെന്ന അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പ് നിസ്കരിക്കൽ കറാഹത്താകുന്നു. എന്നാൽ സമയം പുറപ്പെട്ട ശേഷം നിസ്കരിച്ചാൽ സാധുവാകുന്നതാണെങ്കിലും അത് ഖളാഅയാണ് പരിഗണിക്കപ്പെടുന്നത്. നിസ്കാര നിയമങ്ങൾ. പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നത് സുന്നത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംഘടിതമായിട്ടാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിരുന്നത്. അടിമ, സ്ത്രീ, യാത്രക്കാർ, നപുംസകം, കുട്ടി എന്നിവർക്കെല്ലാം പെരുന്നാൾ നിസ്കാരം സുന്നത്തുണ്ട്. ജുമുഅ നിസ്കാരത്തിനായുള്ള നിബന്ധനകളിൽ ജമാഅത്തായി നടത്തുക, എണ്ണം തികയുക തുടങ്ങിയവ പെരുന്നാൾ നിസ്കാരത്തിന് ബാധകമല്ല എന്ന അടിസ്ഥാനത്തിലാണ് ഈ വിധി. ഒരു പ്രദേശത്ത് ആവശ്യമില്ലാതെ ഒന്നിലധികം ജമാഅത്തുകൾ സംഘടിപ്പിക്കൽ കറാഹത്താണ്. മഹല്ലിലെ എല്ലാ മുസ്ലിം പുരുഷന്മാരും ഒരിടത്ത് മേളിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. പെരുന്നാളിന്റെ സന്തോഷം പങ്കുവയ്ക്കാനും ആശംസകൾ കൈമാറാനും ഉതകുന്ന ഒരിടത്ത് എല്ലാവരും മേളിക്കുന്നതാണ് ഉത്തമം. സുന്നത്ത് നിസ്കാരങ്ങൾ ചില സമയത്ത് നിർവഹിക്കൽ കറാഹത്താണ്. എന്നാൽ ഈ സമയം പെരുന്നാൾ നിസ്കാരത്തിന് ബാധകമല്ല. ഈ അടിസ്ഥാനത്തിൽ സൂര്യൻ ഉദിച്ച ഉടനെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിസ്കാര രൂപം. 2 റക്അത്തുകളാണ് പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയ്യത്തോടെ, ചെറിയ പെരുന്നാൾ ആണെങ്കിൽ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയ്യത്തോടെയും, വലിയ പെരുന്നാൾ ആണെങ്കിൽ വലിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയ്യത്തോടെയും, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത ശേഷം മറ്റു നിസ്കാരങ്ങളെ പോലെ തന്നെ ഇഫ്തിതാഹിന്റെ ദുആ, വജ്ജഹത്ത് സുന്നത്ത് തന്നെ. ശേഷം 7 തക്ബീറുകൾ ചൊല്ലലും സുന്നത്താണ്. പക്ഷേ ഓത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പാകണം ഇത് എന്നല്ല. ഖിറാഅത്തിന്റെ തുടക്കത്തിൽ ചൊല്ലൽ സുന്നത്തായ അഊദ് ഓതുന്നതിന്റെയും മുമ്പാകലാണ് സുന്നത്ത്. ഇനി അഊദ് ഓതിയതിന് ശേഷം തക്ബീറുകൾ ചൊല്ലിയാലും അടിസ്ഥാന സുന്നത്ത് ലഭ്യമാകുന്നതാണ്. എന്നാൽ അവനോ ഇമാമോ ഫാത്തിഹയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തക്ബീർ നഷ്ടപ്പെട്ടത് തന്നെ. അഊദുവിൽ പ്രവേശിക്കുന്നത് കൊണ്ട് ഇഫ്തിതാഹിന്റെ ദുആ നഷ്ടപ്പെടുന്നത് പോലെയാണ്. ഈ വിശദീകരണം 2-ാം റക്അത്തിലെ 5 തക്ബീറുകൾക്കും ബാധകമാണ്. എന്നാൽ മറന്നുകൊണ്ട് തക്ബീർ പ്രവേശിച്ചു പോയാൽ ഇഫ്തിതാഹിന്റെ ദുആ നഷ്ടപ്പെടുകയൊന്നുമില്ല. തക്ബീറുകൾ ഉപേക്ഷിക്കുന്നതും അവയെ വർദ്ധിപ്പിക്കുന്നതും കറാഹത്താണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അൽ ഉമ്മിൽ ഇത് പ്രസ്താവിച്ചിട്ടുണ്ട്. തക്ബീറുകളിൽ ശബ്ദമുയർത്തൽ സുന്നത്തും അത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. ഇപ്പറഞ്ഞത് മഅ്മൂമിനും ബാധകം തന്നെ. ഈ 2 തക്ബീറുകൾക്കുമിടയിൽ ഉള്ള ദിക്ർ ഉപേക്ഷിക്കലും തദൈവ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് തുടങ്ങുന്ന ദിക്റാണ് തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ടത്. എന്നാൽ 1-ാം റക്അത്തിൽ മറന്നുപോയ തക്ബീറുകൾ 2-ാം റക്അത്തിൽ വീണ്ടെടുക്കൽ സുന്നത്തില്ല. 2-ാം റക്അത്തിലെ 5 തക്ബീറുകളോടുകൂടി 1-ാം റക്അത്തിൽ നഷ്ടപ്പെട്ട 7 തക്ബീറുകളും കൊണ്ടുവരൽ സുന്നത്ത് തന്നെയാണെന്ന അഭിപ്രായക്കാരുമുണ്ട്. പക്ഷേ ഇത് പ്രബലമല്ല. 1-ാം റക്അത്തിലെ ഫാത്തിഹയിൽ പ്രവേശിച്ചതോടെ ആ റക്അത്തിലെ തക്ബീറുകൾ നഷ്ടപ്പെടുമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം അതിന്റെ സ്ഥാനത്ത് തന്നെയായാലും 1-ാം റക്അത്തിൽ തന്നെയായാലും വീണ്ടെടുക്കൽ സുന്നത്തില്ലെന്നതാണ്. എല്ലാ തക്ബീറുകളിലും കരങ്ങളും ചുമലിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാമിനു ശേഷം 2 കരങ്ങളും നെഞ്ചിനു താഴെ വെക്കുന്നത് പോലെ
ഈ തക്ബീറുകൾക്കിടയിലും വെക്കൽ സുന്നത്ത് തന്നെയാണ്. എന്നാൽ ഇമാമ് തക്ബീറുകൾ പാടെ ഉപേക്ഷിക്കുന്ന പക്ഷം മഅ്മൂമ് അവയെ കൊണ്ടുവരാതിരിക്കലാണ് സുന്നത്ത്. ഇമാമ് അവയെ ഉപേക്ഷിച്ചത് കരുതിക്കൂട്ടിയോ മറന്നോ ആകട്ടെ, തക്ബീറിന്റെ സ്ഥാനം അറിയാത്തത് കൊണ്ടായാലും തദൈവ ഇനി ഇമാമ് ഒന്നാം റക്അത്തിൽ 7-ലധികവും രണ്ടാം റക്അത്തിൽ 5-ലധികവും തക്ബീറുകൾ കൊണ്ടുവന്നാൽ വർധനവുള്ള തക്ബീറുകളിൽ തുടരാതിരിക്കുകയാണ് മഅ്മൂമ് വേണ്ടത്. കൈകൾ ഉയർത്താതെ വർധനവുള്ള തക്ബീറുകൾ ചൊല്ലിയത് കൊണ്ട് പന്തികേടൊന്നുമില്ല. അത് കേവലം ഒരു ദിക്റ് മാത്രമായതാണ് അതിന്റെ കാരണം. ഇമാമ് 2 റക്അത്തിലും തക്ബീറുകളുടെ എണ്ണം ചുരുക്കുന്ന പക്ഷം എണ്ണം പൂർത്തിയാക്കലും മഅ്മൂമിന് സുന്നത്തില്ല. ഇപ്രകാരം തന്നെ 3 തക്ബീറുകൾ ചൊല്ലുന്ന ഹനഫി മദ്ഹബുകാരനോ 6 തക്ബീർ ചൊല്ലുന്ന മാലിക്കി മദ്ഹബുകാരനോ ആയ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്ന മഅ്മൂമും എണ്ണം പൂർത്തിയാക്കേണ്ടതില്ല. എന്നാൽ തക്ബീറുകൾക്കിടയിൽ ദിക്റുകൾ ചൊല്ലാതെ തുടരെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഹനഫിയായ ഇമാമ് തക്ബീർ ചൊല്ലുന്ന പക്ഷം ഷാഫിഈയായ മഅ്മൂമ് ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധമാണ്. തുടർച്ചയായുള്ള അനക്കം നിസ്കാരത്തെ ബാത്തിലാക്കുമെന്നാണല്ലോ ഷാഫിഈ മദ്ഹബ്. എന്നാൽ ഇപ്പറഞ്ഞതെല്ലാം പെരുന്നാൾ നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ അദാ ആയി നിർവഹിക്കുന്നത് സംബന്ധിച്ചാണ്. ഇനി ഖളാ വീട്ടുന്ന പക്ഷം തക്ബീർ ചൊല്ലുന്നത് സംബന്ധിച്ച് തർക്കമുണ്ട്. ഇമാം ഇജ്ലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തക്ബീർ സുന്നത്തില്ലെന്നാണ് ഇമാം ഇബ്നുൽ റിഫായി കിഫായിയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിരുപാധികമായി പറഞ്ഞത് ഇതിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഖളാ വീട്ടുന്ന പക്ഷവും ഉപര്യുക്ത ക്രമത്തിൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണെന്നത് തന്നെയാണ് പ്രബലം. ഈ തക്ബീറുകൾ നിസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായ ഫർള് അല്ലാത്ത പോലെ തന്നെ അബ്ആല് സുന്നത്തുകളുമല്ല. അതുകൊണ്ട് തന്നെ അവ ഒഴിഞ്ഞുപോയാൽ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇതറിയുന്ന ഒരാൾ കരുതിക്കൂട്ടി സുജൂദ് ചെയ്യുന്ന പക്ഷം നിസ്കാരം അസാധുവാകുന്നതാണ്. ഫാത്തിഹയ്ക്ക് ശേഷം 1-ാം റക്അത്തിൽ ഖാഫ് സൂറത്തും അതുപോലെ തന്നെ 2-ാം റക്അത്തിൽ ഇഖ്വത റബ്ബത്ത് സൂറത്തും പൂർണ്ണമായി തന്നെ ഓതൽ സുന്നത്താണ്. മഅ്മൂമുകൾക്ക് സംതൃപ്തിയൊന്നുമില്ലെങ്കിലും ശരി, അതിൽ നബിചര്യയുണ്ടായതാണ് കാരണം. ഇമാം മുസ്ലിം നിവേദനം ചെയ്തതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1-ാം റക്അത്തിൽ സബ്ബിഹിസ്മയും 2-ാം റക്അത്തിൽ ഹൽ അതാഖയും ഓതിയെന്നും മുസ്ലിമിന്റെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും സുന്നത്ത് തന്നെ. എങ്കിലും ആദ്യം പറഞ്ഞ 2 സൂറത്തുകൾ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നിസ്കരിക്കേണ്ട രീതി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലവനും നിസ്കാരത്തിന് മുമ്പ് ഉലുഹിയത്ത് അറുത്താൽ അത് അവൻ തന്നെ തന്റെ ശരീരത്തിനു വേണ്ടി അറുത്തതാണ്. വല്ലവനും നമസ്കാരത്തിന് ശേഷം അറുത്താൽ അവന്റെ ബലികർമ്മം സമ്പൂർണമാവുകയും മുസ്ലിങ്ങളുടെ ചര്യ അവൻ കരസ്ഥമാക്കുകയും ചെയ്തു എന്നാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പെരുന്നാൾ നമസ്കാരമൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ എല്ലാവരും ഉലുഹിയ കൊടുക്കുന്നതും അതും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. ഈ അറിവ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും അറിയാത്ത ആളുകളിലേക്കും കൂടി ഈ നന്മ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ, അറിവുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, അതുപോലുള്ള നന്മകൾ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ദിവസം എല്ലാവരും രാവിലെ എണീക്കുക, സുബഹി നമസ്കരിക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പെരുന്നാൾ നമസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.